നമ്മൾ കൂടെ വല എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് സാഹസികമായി ചെളിയും പായലും ഒക്കെ പിടിച്ച് കിടക്കുവാണ്. ഇതൊക്കെയാണ് കോലറ. പഴയ കാലത്തെ കോലറ പോവാതെ മൊത്തം നനഞ്ഞു ഗൈസ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലേ മീൻ കിട്ടും. സോ ഡേഞ്ചറസ്. അത് പല സാധനങ്ങൾ കാണാം. സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ശ്രദ്ധിച്ച് പോകണം. ഈ വെള്ളത്തിൽ നിന്ന് കാസ്റ്റ് ചെയ്യാം. ദൈവമേ, റെയിൻകോട്ടും ഇല്ല, ഒന്നുമില്ല. നമ്മൾ മൊത്തം നനയുന്നു. ഒരു തൊപ്പി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ മഴ പെയ്യുമെന്ന് ഒരു പ്രതീക്ഷ നേരത്തെ ഇല്ലായിരുന്നു. ബ്യൂട്ടിഫുൾ റെയിൻ. നമ്മളിനി കാറിനാണ് വന്നത്. എങ്ങനെ കാറിൽ കയറി പോകുന്ന അറിയത്തില്ല, മൊത്തം നനഞ്ഞു. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. മഴ പെയ്താൽ മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. വെള്ളത്തിന് ഓളം ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രോഗ് എറിഞ്ഞാൽ അത് മീന് അടുത്തൊന്ന് മനസ്സിലാക്കി അടിക്കാൻ, ഫ്രോഗെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. ഫ്രോഗെ പിടിച്ചാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. എന്തായാലും അതൊക്കെ വണ്ടിയിലോട്ട് പോവാം. ഇത്രയും കഷ്ടപ്പെട്ടതിന് ഫലം ഇന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി സ്പീഡിൽ പോകണമെങ്കിൽ. മഴ ശക്തമാകുന്നു. നമുക്കിവിടെ ക്രോസ് ചെയ്യുന്നതാണ് പണി. ഇവിടെ എങ്ങനെ അതിൻ്റെ അടിയിൽ നമുക്ക് കാണാനും പറ്റുന്നില്ല. അത്ര വെള്ളവും ആയതുകൊണ്ട് നമുക്ക് ചാടാനും ഒരു പരിമിതിയുണ്ട്. ഓക്കെ, താങ്ക് ഗോഡ് നമ്മൾ സേഫായിട്ട് ഇപ്പുറം എത്തി. മൊത്തം ചേറാണ്, കയ്യാല ഇടിഞ്ഞ് കിടക്കുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടാണ് ഒരു ചൂണ്ടക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. കാണുമ്പോൾ മീൻ പിടിക്കുന്നു, നമ്മളെന്ത് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിലാണ് ഞാനിത് വീഡിയോ കട്ട് ചെയ്യാതെ ഓണാക്കി വെച്ചിരിക്കുന്നത്. രാവിലെ 6 മണിയായി സമയം. ഈ 6 മണിക്ക് ഈ മഴ നനഞ്ഞ് നടക്കുക എന്ന് പറയുന്നത്, എല്ലാവരും സുഖമായിട്ട് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഓക്കെ ബൈ.